അങ്ങനെ കുളിച്ച് കുട്ടപ്പിയായിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോഴാണ് ദേ ഇവിടെ വലിയൊരു ബഹളം നടക്കുന്നത്. എന്തിനാ കരയുന്നതെന്ന് അവനും അറിയത്തില്ല, കരച്ചിൽ കേൾക്കുന്നത് ഞങ്ങൾക്കും അറിയത്തില്ല. അത് കഴിഞ്ഞ് വന്നപ്പം ദേ ഇഷിമോൻ്റെ അച്ഛൻ കഴിക്കുന്നു. ഉടുപ്പിട്ടിട്ടില്ല, വീഡിയോ എടുക്കല്ലേ എന്നും പറഞ്ഞ് ഭീഷിക്കുന്ന രംഗമാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്കുണ്ടോ ഇതുപോലൊരു കുട്ടി? എന്ത് കൊടുത്താലും കഴിക്കാൻ വേണ്ട, സ്നാക്സ് വേണ്ട, അല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ വേണ്ട, കഴിക്കാതെ എങ്ങനെ ജീവിക്കാം എന്നതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാട്ടോ എനിക്കുള്ളത്. ഒരു വസ്തു കഴിക്കത്തില്ല. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ വിനോദങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ വായിൽ വണ്ടി കുത്തി കയറ്റുക, എൻ്റെ പല്ലെല്ലാം പറിച്ചെടുക്കാൻ നോക്കുക, മുടി പിടിച്ച് വലിച്ച് നോക്കുക. അങ്ങനെ ആ കലാപരിപാടിയും കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ചില്ലറ പണിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്കൂടാണ് ഞാൻ കണ്ടത് ഏട്ടൻ്റെ ലൈവ് പോയിട്ടുണ്ട്. അപ്പം ഇനിയും കൂടുതൽ നേരം അവിടെ ഇരുന്നാൽ എന്നെ അവിടുന്ന് ചീത്ത പറഞ്ഞു വരും. സോ ഞാൻ സ്വയമേ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എല്ലാം കഴിഞ്ഞ് വന്ന് കിടക്കാൻ നോക്കിയപ്പോഴോ കട്ടിലില്ലാത്ത സാധനമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒക്കെ ലൈറ്റ് കൊണ്ടുള്ള പ്രകടനം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.